കോട്ടൺ ടോപ്പ്, അതായത് അജ്രക് ആണ് ഫാബ്രിക് വരുന്നത്. അതിനകത്തോട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വന്നേക്കുന്നതാണ്. നോർമൽ അജ്രക് നെക്കിനേക്കാളും കുറച്ചും കൂടെ ഒരു ചിലത് ഇപ്പോൾ വരുന്ന ഭയങ്കര കോസ്റ്റ് വരുന്നത്. അപ്പൊ അത് നോർമൽ ഒരു ലെവലിലേക്ക് വരുന്നത് നമ്മൾ എ ലൈൻ പാറ്റേണിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഒരു നല്ല അടിപൊളിയായിട്ട് 2 പ്രിന്റിൽ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇതേപോലെ ഈ ഒരു ഡോട്ട്സ് വരുന്ന ഒരു പ്രിന്റും, അതിനകത്തോട്ട് നമ്മൾ ഒരു വി കോളർ വെച്ചിട്ട് ഇതുപോലെ മിഡിൽ പോർഷനിൽ നല്ല അടിപൊളിയുള്ള ഒരു പ്രിന്റ് വന്ന ഫാബ്രിക് വെച്ച് സ്ലീവിലോട്ടും അതേപോലെ ബോർഡർ ഒക്കെ വെച്ചിട്ട് എ ലൈൻ പാറ്റേണിലോട്ട് ഇതൊരു ഒരു എന്താ പറയാ മഡ് കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഡസ്റ്റി ആ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു ബ്രൗണോ എന്താ ഒരു ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡ് വരുന്നതാണ്. അപ്പം ഇതിന്റെ ഒരു ഫസ്റ്റ് പാറ്റേൺ വരുന്നത് ഈ ഒരു പാറ്റേണിലോട്ട് ഡോട്ട്സ് വരുന്നതാണ്. ഞാൻ ഇതിനകത്ത് അപ്പൊ നമുക്ക് ഈ ഡോട്ട്സ് വരുന്നതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് ക്രീം ബേസ് ആയിട്ടുള്ള ഒരു ഡോട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാനൊരു വൈറ്റ് ബോട്ടം പെയർ ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രിന്റ് ആണ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പം ഈ ഒരു ഇത് എന്താ പറയാ ചെറിയൊരു ഒരു ലീഫിന്റെ ഒരു മോട്ടീഫ്, മാംഗോ മോട്ടീഫ് എന്നൊക്കെ പറയില്ല, ആ ഒരു ഡിസൈനിലോട്ട് ഇതാണ് അതിന്റെ സെക്കൻഡിന്റെ പ്രിന്റ് വന്നേക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ കോളറിലോട്ട് ഈ ഒരു ഡോട്ട്സിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ടും ഈ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. ശരിക്കും അജ്രക്ക് വരുമ്പോൾ തന്നെ കുറച്ചും കൂടെ ഒരു തിക്നെസ്സും ഇത്രയും കൂടിയും ഒരു വേറെ ടോണിലേക്കാണ് വരുന്നത്. ഇതിപ്പോ അതിന്റെ തന്നെ ഒരു ശരിക്കും ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നത്. ഈ ഒരു ഫാബ്രിക് ഈ ഒരു കളർ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഒരു ക്രീം ബോട്ടം ഒക്കെ ഇട്ട് പെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ലുക്ക് ആയിരിക്കും. അപ്പൊ സെക്കൻഡ് കളർ വന്നിട്ട് ഈ ഒരു പാറ്റേൺ ക്രീം അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ബോട്ടം പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഇതിന്റെ നെക്ക് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് നേരത്തെ പറയാൻ വിട്ടുപോയി, ഇതിനകത്തോട്ട് ഒരു സെൻട്രൽ പാനലും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതാ കാണിച്ചു തരാം. അതായത് നല്ല ഷേപ്പിന് വേണ്ടിയിട്ടാണ്. നോർമൽ ഒരു എ ലൈൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകിച്ച് വ്യത്യാസം തോന്നൂല. പക്ഷെ ഇതിന് ഒരു പാനല് ഒരു സെന്ററിൽ കൂടെ കൊടുത്തപ്പം ശരിക്കും ഒരു നല്ലൊരു ഷേപ്പ് തോന്നി. അതുകൊണ്ടാണ് ഒരു ഫ്രണ്ട് പാനൽ കൊടുത്തേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തും കൊടുത്തേക്കുന്നത് ഇത് കണ്ടോ, ഇതാ നമ്മൾ ഇതിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ ഒരു സിംഗിൾ പാനൽ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്, നല്ലൊരു ഷേപ്പ് തോന്നുന്നുണ്ട് കേട്ടോ. നോർമൽ ഒരു എ ലൈൻ വെയർ ചെയ്തതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു ഫ്ലെയറും ഒരു ഷേപ്പ് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഫസ്റ്റ് പാറ്റേൺ ആ ഒരു പ്രിന്റ്, സെക്കൻഡ് ഞാനിപ്പോ ഈ വെയർ ചെയ്തേക്കുന്ന ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ. അപ്പം അങ്ങനെ 2 പാറ്റേൺസിലുണ്ട്. ഈ ഒരു ഷേപ്പിലോട്ട് തന്നെ ചെയ്തേക്കുന്ന വേറെ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇൻഡിഗോ നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ഒരു കളർ സെപ്പറേറ്റ് വാഷ് ചെയ്യണം. ഇതാണ് അതിന്റെ ഈ ഒരു മോട്ടീഫ് വരുന്നത് കണ്ടോ, ഇതുപോലെ ഇത് വരും. അപ്പൊ ഞാൻ ഇതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് വേറെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു വീഡിയോ. ഇൻഡിഗോയുടെ അധികം പീസസ് ഇല്ല കേട്ടോ. നമുക്ക് എപ്പോഴും അജ്രക്ക് ആയാലും ഇതുപോലത്തെ മെറ്റീരിയൽസ് വരും നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റിയിൽ വരില്ല. അപ്പൊ ഈ ഒരു എയർലൈൻ ഇതിന്റെ നെക്ക് ഇതേപോലെ ഈ ഒരു ലുക്ക് ആയിരിക്കും. അപ്പം കോട്ടൺ സമ്മർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോ കോട്ടന്റെ കാണിക്കുന്നത്. ജാംദാനി ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നതാണ്. അതിന്റെ ഒരു കോട്ടൺ ഒരു ഇതാണ് കേട്ടോ. ഇത് നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇൻവേർട്ടഡ് പ്ലേറ്റ് വെച്ചിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. എന്നുവെച്ചാൽ ഒരു ശരിക്കും കണ്ട ഒരു ജൂട്ടിന്റെ ഒരു ലിനന്റെ ഒക്കെ അങ്ങനത്തെ ഒരു തിക്നെസ് വരുന്ന ഒരു ഫാബ്രിക് ആണ്. ഇതിന് നമ്മൾ കാണിച്ചായിരുന്നു. ഇപ്പൊ കളേഴ്സ് ഇവിടെ സ്റ്റോക്ക് ഇപ്പൊ ഇല്ല കാണിക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു പീസേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതൊന്ന് വേറെ ഇത് വെച്ചേക്കുന്നത്. സോറി, വി നെക്കാണ് വെച്ചേക്കുന്നത്. ബാക്ക് കയറിയിട്ടുള്ള വി നെക്കാണ് വെച്ചേക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ആണ്. അപ്പം ഇത്രയാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. ഇതുപോലെ ഈ കളേഴ്സിലും പിന്നെ ഞാനിപ്പോൾ വേറെ ചെയ്തേക്കേണ്ടതും പിന്നെ ഒരു ഇൻഡിഗോ കളർ. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും ഒരു 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.